നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ലോക്സഭാ ഇലക്ഷൻ അടുത്തിരിക്കെ തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ സുരേഷ് ഗോപിക്കെതിരെ പല വ്യാജ പ്രചരണങ്ങളും ഇടതുപക്ഷം കെട്ടിച്ചമച്ചിരുന്നു. ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത മകളുടെ വിവാഹത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടം വ്യാജമാണെന്നതാണ്. സ്വർണ്ണ കിരീടത്തിന്റെ ഭൂരിഭാഗവും ചെമ്പ് പൂശിയതാണെന്നും പേരിന് മാത്രമേ സ്വർണ്ണമുള്ളൂ എന്നുമാണ് ഇപ്പോഴത്തെ വ്യാജ പ്രചരണം. സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ നൽകിയത് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടമാണെന്ന് ആക്ഷേപമുയരുമ്പോൾ കിരീടം പണിത അനു അനന്തന്റെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ്. ഇയാൾ മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ച വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി കിരീടം നിർമ്മിക്കാൻ കുറച്ച് സ്വർണം തന്നിരുന്നു, താനത് തൂക്കി നോക്കിയില്ലെന്നും കിരീടം നിർമ്മിച്ച ശേഷം നൽകിയ സ്വർണത്തിന്റെ ബാക്കി അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കൊടുക്കുകയായിരുന്നുവെന്നും അനു അനന്തൻ പറയുന്നു. എന്തുതന്നെയായാലും എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും തന്നെ തകർക്കാനാവില്ലെന്നും കൂടുതൽ ശക്തനായി തിരിച്ചു വരുമെന്നുമാണ് സുരേഷ് ഗോപിയുടെ ഭാഷ്യം. എന്തുതന്നെയായാലും എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും തന്നെ തകർക്കാനാവില്ലെന്നും കൂടുതൽ ശക്തനായി തിരിച്ചു വരുമെന്നുമാണ് സുരേഷ് ഗോപി പറയുന്നത്. ഒരിക്കൽ തോൽവി നേരിടേണ്ടി വന്ന മണ്ഡലമാണെങ്കിലും തൃശൂരിലെ ജനങ്ങൾക്ക് തന്നെ വിശ്വാസമാണെന്ന് സുരേഷ് ഗോപി പറയുന്നു. തൃശൂരിലെ ശക്തൻ മാർക്കറ്റിന് ശുദ്ധജലം ശേഖരിക്കാനുള്ള ടാങ്കും ശക്തൻ ഇറച്ചി മാർക്കറ്റിലെ പ്രധാന കിണറിനുള്ള ഫൈബർ മറയും നഗരസഭയിലെ ഹെൽത്ത് ഓഫീസ് പ്രവർത്തിക്കാനുള്ള മുറികളും ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള മൂത്രപ്പുരയുമെല്ലാം പണിത് നൽകാൻ സുരേഷ് ഗോപി നൽകിയ സഹായങ്ങൾ ചെറുതല്ല. നല്ലൊരു ജീവകാരുണ്യ പ്രവർത്തനായി കൂടി തൃശൂരിലെ ജനങ്ങൾ കാണുന്ന സുരേഷ് ഗോപി പറഞ്ഞ വാക്കിന് വിലയുള്ളവനാണെന്ന് വിശ്വസിക്കാമെന്നും തൃശൂരിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് തൃശൂരിലെ വോട്ടർമാർ. ചെമ്പ് കിരീടത്തിന്റെ വ്യാജവാർത്തയിൽ മുങ്ങിപ്പോകുന്നതല്ല സുരേഷ് ഗോപി എന്ന മനുഷ്യസ്നേഹിയുടെ വില.